ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള രുചി കൂട്ടുകൾ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീട്രൂട്ട് പച്ചടിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ബീട്രൂട്ട് പച്ചടിക്ക് ഞാനൊരു വലിയ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം ഉപയോഗിക്കാം. ഇതിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. നമുക്ക് മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ട് 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 കറിവേപ്പില, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 കപ്പ് തേങ്ങ ചിരകിയത്. കുറച്ച് തേങ്ങ മതി, ഒത്തിരി ഒന്നും വേണ്ട. തേങ്ങ കൂടുതലായാൽ പച്ചടിയുടെ കളർ കുറയും. കുറച്ച് വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഈ കൂട്ട് അരച്ചെടുക്കാം. നല്ലതുപോലെ അരയ്ക്കണം. ഞാനൊരു മൺചട്ടിക്കകത്താണ് ഇത് വെക്കുന്നത്. പിന്നെ മൺചട്ടി തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് പാത്രം ആയാലും മതി. അതിലേക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഇടാം. പിന്നെ അത് വേകാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കണം. ഒത്തിരി വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം മാത്രം മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ അടച്ചു വെച്ച് വേവിക്കണം. ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. പിന്നെ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ബീട്രൂട്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വെള്ളം എല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുമുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ച തേങ്ങ അരപ്പ് ഇതിലോട്ടിട്ട് നല്ലതുപോലെ തേങ്ങയുടെ പച്ചമണം മാറണം. അതിന് 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കാം. തേങ്ങയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനിയും ഇതിലോട്ട് നമുക്ക് തൈര് ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് തൈരാണ് എടുത്തത്. തൈര് ഒഴിക്കുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഫ്ലെയിം ഓഫ് ചെയ്തില്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. ഇനി നമുക്ക് കടുക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ പാൻ എടുത്ത് അത് ചൂടാകുമ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ, 2 സ്പൂൺ വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. പിന്നെ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകിടണം. അത് കഴിഞ്ഞ് ഒരു 2-3 വറ്റൽമുളക് ഒന്ന് മുറിച്ചിടണേ. ഞാൻ നീളത്തിലല്ല ഇട്ട്, ഞാനൊന്ന് കുറച്ചൊന്ന് മുറിച്ചാണ് ഇട്ടത്. എന്നിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ കടുക് വറുത്തിട്ട് നമുക്ക് നമ്മുടെ ബീട്രൂട്ട് പച്ചടിക്കകത്തോട്ട് ഒഴിക്കാം.
നോക്കിയാൽ നല്ല രസമുണ്ട് നമ്മുടെ ബീട്രൂട്ട് പച്ചടി കാണാൻ. എന്ത് രസമാണ് ഇത്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം.